Good evening all. Module 1 Analysis of Multi-Storied Building by Approximate Method. So the first module deals with analyzing a multi-storied building by using approximate method. In SA1 and SA2 we have studied the various conventional methods that we have to adopt for analyzing a structure. ഒരു സ്ട്രക്ചറിനെ നമുക്ക് പല രീതിയിൽ അനലൈസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ we need to find out whether the structure is stable or not. Stable അല്ലെങ്കിൽ stable അല്ലെങ്കിൽ okay, if it is not stable we have to make it stable. Okay, so അതിനെയാണ് അനലൈസിങ് എ സ്ട്രക്ചർ എന്ന് പറയുന്നത്. Here in this first module of SA3 we are going to analyze a multi-storied building. ഒരു multi-storied building എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ നിലകൾ ഉള്ള ഒരു കെട്ടിടത്തിനെയാണ് multi-storied building എന്ന് പറയുന്നത്. Okay, so we are going to analyze it. അത് stable ആണോ അല്ലയോ എന്ന് we need to find out, but by using approximate method. അപ്പോൾ നമ്മൾ SA1ലും SA2ലും ഒക്കെ വേരിയസ് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. കൺവെൻഷണൽ മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, കാനീസ് മെത്തേഡ്സ്. ഓക്കെ, ഇതെല്ലാം ഒരു കൺവെൻഷണൽ മെത്തേഡ്സ് ആണ്. സോ വി ഹാവ് അനലൈസ്ഡ് വേരിയസ് സ്ട്രക്ചേഴ്സ് യൂസിങ് ദീസ് മെത്തേഡ്സ് ഇൻ യുവർ പ്രീവിയസ് സെമസ്റ്റേഴ്സ്. അപ്പം നമ്മൾ ഇവിടെ മൾട്ടി-സ്റ്റോറിഡ് ബിൽഡിംഗ് വി ആർ ഗോയിങ് ടു അനലൈസ് യൂസിങ് approximate method, because these methods are conventional methods like slope deflection, moment distribution and Canis methods. If we are going to analyze the multi-storied building using these methods, then it is not that easy. That will take time and that is more complicated. Okay, അതുകൊണ്ടാണ് we are going to analyze a multi-storied building using approximate method. സോ ഇത് കുറച്ച് ഔട്ട് ഓഫ് സിലബസ് ആണ്. ഔട്ട് ഓഫ് സിലബസ് ഇൻ ദ സെൻസ് ഇത് നിങ്ങൾ പണ്ട് പഠിച്ച കാര്യങ്ങളാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരു സ്ട്രക്ചറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറായിട്ടും ക്ലാസിഫൈ ചെയ്യാം, ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറായിട്ടും ക്ലാസിഫൈ ചെയ്യാം. ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താണ്? ഇഫ് ദ നമ്പർ ഓഫ് അൺനോൺ ഈസ് ലെസ് ദാൻ ദ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ, അല്ലേ? അതായത് ഏറ്റവും അടിയിലത്തെ ഫിഗർ നോക്കിയും ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ബീമിൻ്റെ ഒരു സൈഡ് ഹിഞ്ചും ഒരു സൈഡ് റോളറുമാണ്. അപ്പോഴത്തേക്ക് എന്താണ്, ഹിഞ്ചിൻ്റെ അവിടെ 2 റിയാക്ഷൻ വന്നു, റോളറിൻ്റെ അവിടെ 1 റിയാക്ഷൻ വന്നു. അതായത് 2 1 3. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻസ്, അൺനോൺ റിയാക്ഷൻസ് എന്ന് പറയുന്നത് 3 ആണ്. അതേപോലെ തന്നെ ആ ഒരു കേസിൽ നമുക്ക് നമ്പർ ഓഫ് അല്ലെങ്കിൽ നമുക്ക് ഉള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എത്രയാണ്? എപ്പോഴും ദാറ്റ് വിൽ ബി 3. അത് ഏതൊക്കെയാണ്? സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0, സിഗ്മ എം ഇസഡ് ഈക്വൽ ടു 0. അപ്പോൾ ഇൻ ദിസ് കേസ് ബോത്ത് ആർ ഈക്വൽ. അതായത് അതെന്താണ്? ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇഫ് ദ നമ്പർ ഓഫ് അൺനോൺ, അതായത് നമ്പർ ഓഫ് റിയാക്ഷൻസ്, ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ the number of equilibrium equation that will be always 3. അത് ഏതൊക്കെയാണെന്ന് ഞാൻ അവിടെ ബോക്സിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ if it is the number of unknown reactions, if it is greater than 3, here we can see ഈ ഒരു കേസിൽ 2 എൻഡും ഫിക്സഡ് ആണ്. ഫിക്സഡ് ആകുമ്പോഴത്തേക്ക് we know there will be 3 reaction, horizontal, then vertical and a moment. അപ്പോൾ 2 സൈഡിലും 3 റിയാക്ഷൻ വരുമ്പോൾ മൊത്തം 6 റിയാക്ഷൻ ഉണ്ട്. ഇവിടെയും 3, അപ്പോൾ മൊത്തം 6 റിയാക്ഷൻ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 3 ആൻഡ് ദാറ്റ് ഈസ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇൻട്രഡക്ഷനിലോട്ട് ഒന്നുകൂടെ പോവാം. ഇൻ കേസ് ഓഫ് മൾട്ടി-സ്റ്റോറിഡ് ബിൽഡിംഗ് ദ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി ഈസ് വെരി ഹൈ. Hence to solve the frame you cannot use conventional method. Okay, അപ്പോഴത്തേക്ക് മൾട്ടി-സ്റ്റോറിഡ് ബിൽഡിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ the degree of indeterminacy that will be very high. Okay, അതായത് we cannot use the approximate, we cannot use the other method, that is conventional method. നമുക്ക് conventional method യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? മൾട്ടി-സ്റ്റോറിഡ് ബിൽഡിങ്ങിൻ്റെ കേസിൽ the degree of indeterminacy that will be very high. Okay, so now I will explain what is the degree of indeterminacy.
ഇതൊക്കെ ജസ്റ്റ് ഒരു ബേസിക്സ് ആണ്. ഇതൊന്നും അങ്ങനെ പഠിക്കാനോ പഠിക്കാനൊന്നും ഇല്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ഇൻട്രഡക്ഷനിൽ ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺ മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. ഓക്കെ, അത് എത്രയാണോ, ഇഫ് ഇറ്റ് ഈസ് ഹൈ ദാറ്റ് മീൻസ് ദ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി ഈസ് ഹൈ. ഓക്കെ, നമ്മൾ എന്തിനാണ് ഈ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുന്നത്? ടു അനലൈസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സ്ട്രക്ചർ. സ്ട്രക്ചർ സ്റ്റേബിൾ ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുന്നത്. ഇഫ് ദ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി ഈസ് ഹൈ then we have to go for adopting the approximate method for analyzing. ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി ഹൈ ആണെങ്കിൽ നമുക്ക് സ്ട്രക്ചർ അനലൈസ് ചെയ്യാൻ അപ്രോക്സിമേറ്റ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുന്നത് സ്ട്രക്ചർ സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിഗ്രി ഓഫ് ഡിറ്റർമിനൻസി ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലെസ് ദാൻ 0 ആണെങ്കിൽ അൺസ്റ്റേബിൾ സ്ട്രക്ചറാണ്. സ്ട്രക്ചർ അൺസ്റ്റേബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഈ ഒരു ഫിഗറിൽ രണ്ട് സൈഡിലും ബീമിൻ്റെ രണ്ട് എൻഡിലും ഞാൻ ഇവിടെ ഒരു റോളർ വെച്ചേക്കാണ്. നമുക്കറിയാം റോളറിന് ദർ വിൽ ബി ഓൺലി വൺ റിയാക്ഷൻ. സോ ബൈ ആഡിങ് ബോത്ത് ദാറ്റ് ഈസ് 1 ഹിയർ ആൻഡ് 1 ഹിയർ, സോ ദ ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻ ദാറ്റ് ഈസ് 2. And we know there will be only 3 equilibrium equations. So 2 minus 3 that is minus 1. ഞാനിവിടെ പറഞ്ഞു മൈനസ് നെഗറ്റീവ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി അൺസ്റ്റേബിൾ സ്ട്രക്ചർ. അതായത് ഇത് രണ്ട് എൻഡും റോളറാണ്. ഓക്കെ, സോ ഇൻ കേസ് ഇവിടെ ഒരു വെർട്ടിക്കൽ ലോഡ് ആക്ട് ചെയ്യുവാണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു ഡിഫോർമേഷൻ ഉണ്ടാവും. അപ്പോഴത്തേക്ക് ഇത് രണ്ടും ഫിക്സഡ് അല്ല, അതായത് റോളറാണ്. അപ്പോൾ തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബീം അവിടെ നിൽക്കുമോ? ഇല്ല. ദാറ്റ്സ് വൈ വി കോൾ ഇറ്റ് ആസ് അൺസ്റ്റേബിൾ സ്ട്രക്ചർ. പിന്നെന്താണ് ഞാൻ പറഞ്ഞേക്കുന്നത്, ഇവിടെ DS 0, അതായത് ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി 0 ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ജസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചർ ഓർ റിജിഡ് സ്ട്രക്ചർ. നോക്കിയേ, ഈ കേസിൽ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു റോളർ രണ്ട് സൈഡ് റോളറാണ്. അപ്പോൾ നമ്മൾ എന്താണ്, ഒരു എൻഡ് റോളർ മാറ്റി ഹിഞ്ചാക്കി. അപ്പോൾ എന്താണ്, 1 2 റിയാക്ഷൻ പ്ലസ് 1 3 റിയാക്ഷൻ, അതാണ് 3 മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ദാറ്റ് ഈസ് 0. അപ്പോൾ ഡിഗ്രി അത് എന്താണ്, അൺസ്റ്റേബിൾ എന്നുള്ളത് ജസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചറായി. കാര്യം എന്താണ്, ഇൻ ദിസ് കേസ് ഇവിടെ ഒരു വെർട്ടിക്കൽ ലോഡ് വരുവാണെങ്കിൽ ഇവിടെ ഓക്കെ ഹിഞ്ചറാണ്, അത് എന്നാലും അധികം അനങ്ങത്തില്ല. ബട്ട് ഹിയർ റോളറാണ്, സോ ദർ വിൽ ബി എ മൂവ്മെൻറ്റ്. ഓക്കെ, അത് ജസ്റ്റ് സ്റ്റേബിളാണ്. ഫോർ എക്സാമ്പിൾ ഒരു കേസ് നോക്കി, ഈ ഒരു കേസ് നോക്കി, ഇതിൻ്റെ അകത്ത് ഈ എൻഡ് ഫിക്സറാണ് അല്ലേ. ഫിക്സർ എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ ഇതൊരു ക്യാൻഡിലിവറാണ്. ക്യാൻഡിലിവർ ഇവിടെ ഫിക്സറാക്കി വെച്ചേക്കാണ്. ഇവിടെ ഒരു നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബിഫോർ ദാറ്റ് ഇത് നോക്കിയേ 3 ഇവിടെ ഫിക്സഡ് ആയതുകൊണ്ട് 3 റിയാക്ഷനാണ്. 3 മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ദാറ്റ് ഈസ് 0. 3 minus 3 0. അപ്പോൾ എന്താണ്, ഇത് DS is equal to 0. സോ ദാറ്റ് ഈസ് ജസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചർ. സോ എന്താണ്, ഇവിടെ ഒരു ലോഡ് ആക്ട് ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഇത് ഡിഫ്ലക്റ്റ് ചെയ്യും, ഇത് താഴോട്ട് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യും. അതല്ല ഞാനിവിടെ കാണിച്ചേക്കുന്നത്, അത് ജസ്റ്റ് ഒരു സ്റ്റേബിൾ സ്ട്രക്ചറാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു പ്രോപ്പർ ക്യാൻഡിലിവർ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിവറിൻ്റെ ഇവിടെ ഒരു റോളറാണ് കൊടുക്കുന്നതെങ്കിൽ നോക്കിയേ, അപ്പോൾ എത്ര, ഇവിടെ 3 പ്ലസ് ഇവിടുത്തെ ഒരു റോളറിൻ്റെ ഒരു റിയാക്ഷൻ അല്ലേ 4 ആയി. 4 minus 3 ദാറ്റ് ഈസ് 1. ഓക്കെ, ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി ഗ്രേറ്റർ ദാൻ 0 വരുവാണ്, പോസിറ്റീവ് ആവുകയാണ്. 0യേക്കാൾ കൂടുതൽ വരുമ്പോഴത്തേക്ക് ഓവർ സ്റ്റേബിൾ സ്ട്രക്ചറായി. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കി, ഇവിടെ ഒരു ലോഡ് വരാൻ നേരത്തെ ഇവിടെ നടുക്കൊരു ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു സപ്പോർട്ടുണ്ട്, ഇവിടെ ഫിക്സഡാണ്. അതുകൊണ്ട് എന്താണ്, ഇതിങ്ങനെ താഴെ ഇതിന് നടുക്ക് മാത്രം ചെറിയ ഒരു ഡിഫ്ലക്ഷൻ വന്നിട്ട് നേരെ ഇവിടെ വന്ന് ഇങ്ങനെ കയറും. സോ ദാറ്റ് സ്ട്രക്ചർ ഈസ് ഓവർ സ്റ്റേബിൾ. സോ വി നീഡ് ദ സ്ട്രക്ചർ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതിന് ഈ കേസിൽ ഇവിടെ എന്താണ്, ദ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി ഈസ് വെരി ഹൈ. അപ്പോൾ എന്താണ്, വി നീഡ് ടു അഡോപ്റ്റ് in this case we need to analyze the structure and we have to adopt approximate method. Okay, adana just to do brief introduction. Now coming to multi-storied building. Now we are going to analyze a multi-storied building. If ഇവിടെ ഞാൻ കാണിച്ചേക്കുന്നതാണ് ഒരു മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ്. ഇതൊരു 1 2 3 നിലയുള്ളൊരു മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് ആണ്. ഈ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിൻ്റെ എല്ലാ എൻഡും ഫിക്സഡ് ആണ്. ഇവിടെ ഇതിന് വെർട്ടിക്കൽ ലോഡുണ്ട്,
എല്ലാം ലോഡ്സും ജോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്, ദാറ്റ് ഈസ് എ വെർട്ടിക്കൽ ലോഡ്സ്, ആൻഡ് ദർ വിൽ ബി ഹൊറിസോണ്ടൽ ലോഡ്, ദാറ്റ് ക്യാൻ ബി വിൻഡ് ലോഡ് അല്ലെങ്കിൽ എർത്ത് സീസ്മിക് ലോഡ് ആകാം. ഓക്കെ, അപ്പോൾ ഇതൊരു മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങിൻ്റെ ഫിഗർ കാണിച്ചതാണ്. ഇതിൻ്റെ ഞാൻ പറയുന്നുണ്ട്, ഇൻ ദിസ് സ്ട്രക്ചർ ബോത്ത് ഡെഡ് ലോഡ് ആൻഡ് ലൈവ് ലോഡ് ആക്ട് ടുഗദർ, ദാറ്റ് ഈസ് വെർട്ടിക്കൽ ലോഡ്. അതൊക്കെ നമുക്കറിയാം, ഡെഡ് ലോഡും ലൈവ് ലോഡും ദാറ്റ് ഈസ് വെർട്ടിക്കൽ ലോഡ്. പിന്നെ ഡെഡ് ലോഡ് ദാറ്റ് വിൽ ആക്ട് ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ, ആൻഡ് ലൈവ് ലോഡ് അത് വല്ലപ്പോഴും അതൊരു പെർട്ടിക്കുലർ ടൈമിൽ ആക്ട് ചെയ്യാം. ചിലപ്പോൾ ഇവിടെ ഒരു ലൈവ് ലോഡ് ആക്ട് ചെയ്യാം, ചിലപ്പോൾ ഇവിടെ ലൈവ് ലോഡ് ആക്ട് ചെയ്യാം. പക്ഷേ ഡെഡ് ലോഡ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് എല്ലായിടത്തും ഇതിൻ്റെ ലൈഫ് ലോങ് ആക്ട് ചെയ്യും. പക്ഷേ ലൈവ് ലോഡ് ചില പെർട്ടിക്കുലർ ടൈമിലാവാം അല്ലെങ്കിൽ ചില പെർട്ടിക്കുലർ ഏരിയയിലാകാം. ഓക്കെ, ബേസ്ഡ് ഓൺ ദ ലോഡ് ഡിസൈൻ വി ക്യാൻ അനലൈസ് എ മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് യൂസിങ്. ഓക്കെ, ബേസ്ഡ് ഓൺ ലോഡ് ഡിസൈൻ, അതായത് നമുക്ക് ലോഡിൻ്റെ ലോഡ് ഡിസൈൻ വെച്ച് നമുക്ക് മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്. ഓക്കെ, നമ്മൾ ഇവിടെ മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് വി ആർ ഗോയിങ് ടു അനലൈസ് എ മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് യൂസിങ് അപ്രോക്സിമേറ്റ് മെത്തേഡ്. ഈ അപ്രോക്സിമേറ്റ് മെത്തേഡ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ്, പോർട്ടൽ മെത്തേഡ്, കാൻഡിലിവർ മെത്തേഡ്, ഫാക്ടർ മെത്തേഡ്. ഓക്കെ, ഇതിനെ നമ്മൾ എഗെയിൻ, അതായത് ഈ അപ്രോക്സിമേറ്റ് മെത്തേഡിനെ നമ്മൾ എഗെയിൻ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, ഇൻ കേസ് ഓഫ് വെർട്ടിക്കൽ ലോഡ്, ഈ പറയുന്ന ഒരു മിനിറ്റ് ഞാൻ ആ ഫിഗർ കാണിച്ചു. ഓക്കെ, ഈ പറയുന്ന ഈ മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങിൽ വെർട്ടിക്കൽ ലോഡ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ വി ക്യാൻ ഗോ വിത്ത് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ്. ഇൻ കേസ് ഹൊറിസോണ്ടൽ ലോഡ് ആണെങ്കിൽ വി ഹാവ് ടു അഡോപ്റ്റ് പോർട്ടൽ മെത്തേഡ്, കാൻഡിലിവർ മെത്തേഡ് ആൻഡ് ഫാക്ടർ മെത്തേഡ്. ഇതിൽ ഫാക്ടർ മെത്തേഡ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ആൻഡ് യു ഡോണ്ട് നീഡ് ടു സ്റ്റഡി ഫോർ ദ എക്സാം. The rest, portal method and cantilever method, that's very important, and substitute frame method. ഈ 3 മെത്തേഡ്, സബ്സ്റ്റിറ്റ്യൂട്ട്, പോർട്ടൽ, കാൻറ്റിലിവർ, ഇതിൽ ഏതെങ്കിലും 2 എണ്ണം ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ നല്ല തറവായിട്ട് പഠിക്കണം. ഏതെങ്കിലും ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യാന്നുള്ളൂ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞതാണ്. ഫസ്റ്റ് വൺ, സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ് ദ മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് അറ്റ് എനി ഫ്ലോർ ഓർ റൂഫ് ലെവൽ ഡ്യൂ ടു വെർട്ടിക്കൽ ലോഡ്. അതായത് ഞാൻ പറഞ്ഞുതരാം, ഇതൊരു മൾട്ടി സ്റ്റോറി ടിപ്പിക്കൽ പ്ലെയിൻ ഫ്രെയിം അല്ലെങ്കിൽ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണ്. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ വി ഹാവ് ടു അനലൈസ് ഓൺലി എനി പെർട്ടിക്കുലർ ഫ്ലോർ. ഒന്നെങ്കിൽ ഇത് ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ്, സെക്കൻഡ്, നമുക്ക് ഒരു സെക്കൻഡ് ഫ്ലോർ മാത്രമായിരിക്കും അനലൈസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ടോപ്പ് ഫ്ലോർ എന്ന് പറയും, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയും. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫ്ലോർ മാത്രമേ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Here in this method it is assumed that the moment transfer from one floor to another floor are negligible and hence analysis can be made from floor to floor. Okay, ഞാൻ പറഞ്ഞു ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫ്ലോർ ആണ് അനലൈസ് ചെയ്യാൻ എടുക്കുന്നത് അറ്റ് എ ടൈം, ആൻഡ് ഇൻ ദാറ്റ് കേസ് വി വിൽ കൺസിഡർ ഓൺലി ദ ലോഡ് ഇൻ ദാറ്റ് ഫ്ലോർ. ഇപ്പോൾ ഈ 5, 6, 7, 8, 5, 6, 7, 8 എന്ന് പറയുന്ന ഫ്ലോർ എടുക്കുകയാണെങ്കിൽ അതിലുള്ള ലോഡ് മാത്രം എടുത്താൽ മതി. അതിന് മുകളിൽ ഉള്ള ഫ്ലോറിൻ്റെ ലോഡോ താഴെയുള്ള 9, 10, 11, 12 അവിടുത്തെ ലോഡൊന്നും കൺസിഡർ ചെയ്യേണ്ട. അവിടെയുള്ള മൊമെൻറ്റ്, ഷിയർ ഫോഴ്സ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ കണ്ടോ, സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം ഫോർ റൂഫ് സ്ലാബ്. അതായത് ഈ ഒരു ഫിഗറിൽ വി ക്യാൻ സീ ദറ്റ് റൂഫ് സ്ലാബ് ഇസ് 1, 2, 3, 4. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുകയാണോ ടോപ്പ് ഫ്ലോർ അനലൈസ് ചെയ്യുക, ടോപ്പ് ഫ്ലോറിലെ 2, 3 എന്ന് പറഞ്ഞ ബീം അനലൈസ് ചെയ്യാമെന്നായിരിക്കും ക്വസ്റ്റ്യനിൽ പറയുക. സോ ഫസ്റ്റ് വി നീഡ് ടു ഡ്രോ ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം. ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം ഫോർ റൂഫ് സ്ലാബ്. അതായത് ഏറ്റവും മുകളിലത്തെ ഇത് വരച്ചു, അതിൻ്റെ താഴോട്ടുള്ള കോളം വരച്ചു. അപ്പോൾ അതിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം വരക്കുക എന്ന് പറയുന്നത്. സെക്കൻഡ് കേസ് അല്ല, ഇപ്പോൾ 9, 10, 11, 12 എന്ന് പറയുന്ന ഇവിടുത്തെ 9, 10, 11, 12 എന്ന് പറയുന്ന റൂഫായിരിക്കും അല്ലെങ്കിൽ ആ ഫ്ലോർ ആയിരിക്കും ഇപ്പോൾ അനലൈസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, ആ ഫ്ലോർ എടുത്ത് വരക്കണം. 9, 10, 11, 12 വരക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഫ്ലോർ വരച്ചു, അതിൻ്റെ മുകളിലും താഴെയുള്ള കോളം വരച്ചു, എന്നിട്ട് എന്താണ് ആ എൻ്റെ എല്ലാം ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ വരക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ് എന്ന് പറയുക. അതായത് ഒരു മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങിൽ നിന്ന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം പുറത്തോട്ടെടുത്ത് വരയ്ക്കുകയാണ്, എന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഫ്രെയിം നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ഇതിൽ ചെയ്യുന്നത്. ആൻഡ് സോ വി കോൾ ഇറ്റ് ആസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ്. ഓക്കെ,